നമുക്കിന്നൊരു പ്രോബ്ലം ചെയ്യാം. നമുക്ക് സൈക്രോമെട്രിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓൺ എ പർട്ടിക്കുലർ ഡേ ദ അറ്റ്മോസ്ഫിയർ എയർ വാസ് ഫൗണ്ട് ടു ഹാവ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ടി ഡി 30 ഡിഗ്രി സെൽഷ്യസ്. യൂസിങ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ടി ഡബ്ല്യു അല്ലേ, TW 18 ഡിഗ്രി സെൽഷ്യസ്. ദ ബാരോമെട്രിക് പ്രഷർ വാസ് ഒബ്സർവ്ഡ്. അപ്പോൾ നമുക്ക് മൂന്നെണ്ണമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. നമുക്ക് മൂന്ന് പാരാമീറ്റേഴ്സാണ് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് TD, ഒന്ന് TW, ഒന്ന് ബാരോമെട്രിക് പ്രഷർ അല്ലെങ്കിൽ PT അല്ലെങ്കിൽ ഓർ PB എന്നും പറയാറുണ്ട്. ബാരോമെട്രിക് പ്രഷർ PB ഓർ PT. അത് എത്രയാണ്? PBയും PTയും സെയിം ആയിരിക്കും. ചില ടെക്സ്റ്റിൽ PB ബാരോമെട്രിക് പ്രഷർ ടോട്ടൽ പ്രഷർ തന്നെയാണ്, അത് മാറിപ്പോവും. അതുകൊണ്ട് രണ്ടും നിങ്ങൾ ഒന്നാണെന്ന് മനസ്സിലാക്കുക. അത് എത്രയാണ്? 756 mm of Hg ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ബാരോമെട്രിക് പ്രഷർ വാസ് ഓക്കെ യൂസിങ് ദ ടേബിൾസ് ഓഫ് സൈക്രോമെട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് എയർ ഡിറ്റർമിൻ ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ, എൻതാൽപ്പി ഓഫ് എയർ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആൻഡ് ദ വോളിയം ഓഫ് മിക്സ്ചർ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പാർഷ്യൽ പ്രഷർ, അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം PV, ഈ DBT കറസ്പോണ്ടിങ് ആയിട്ടുള്ള PV കാണണം. PV കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? PV കാണണമെങ്കിൽ എന്ത് ചെയ്താൽ കാരിയർ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. കാരിയർ ഇക്വേഷൻ. അപ്പോൾ കാരിയർ ഇക്വേഷനിൽ നമുക്കറിയാം, ഇപ്പോൾ കാരിയർ ഇക്വേഷൻ അറിയാം. PV ഈക്വൽ ടു എഴുതിയിട്ടുണ്ട്, PV ഡാഷ് എന്ന് വെച്ചാൽ TWക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ പ്രഷർ PT മൈനസ് PV ഡാഷ് ഇൻറ്റു TD മൈനസ് TW ഡിവൈഡഡ് ബൈ 2800 മൈനസ് 1.3 ഇൻറ്റു 1.8 T പ്ലസ് 32 TD പ്ലസ് 32. ഇത്രയാണ് എന്ത് വരുന്നത്? ഇതാണ് കാരിയർ ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് TD തന്നിട്ടുണ്ട്. യെസ്, TD നമുക്ക് തന്നിട്ടുണ്ട്. TW ഇതെല്ലാം ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ ഇക്വേഷൻസിലൊക്കെ കെൽവിനാക്കിയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷേ ഇവിടെ സ്മോൾ ലെറ്റർ എഴുതി കണ്ടു, അത് നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. PT അറിയാം. ഓക്കെ, PT അറിയാം. ഞാൻ അറിയാത്ത ഏതാ? PV ഡാഷ് മാത്രമാണ് അറിയാത്തത്. PV ഡാഷ് അറിയണം. PV ഡാഷ് വെച്ചാൽ എന്താ? PV ഡാഷ് എന്ന് വെച്ചാൽ സാച്ചുറേഷൻ പ്രഷർ corresponding to TW, അതായത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 18 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് 18 ഡിഗ്രി സെൽഷ്യസ് ആണ് TW. അപ്പോൾ 18 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് കാണണം. സാച്ചുറേഷൻ പ്രഷർ എവിടെ നിന്ന് കിട്ടും? സ്റ്റീം ടേബിൾ. നമ്മൾ വാട്ടറിലെ കൺസിഡർ ചെയ്യുന്നപ്പോൾ സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടും. സ്റ്റീം ടേബിൾ നിങ്ങൾ നോക്കുക, അതിനടുത്ത് സ്റ്റീം ടേബിൾ ഉണ്ടാവും. ഓക്കെ, സ്റ്റീം ടേബിളിൽ 18 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ പ്രഷർ എന്ന് വെച്ചാൽ 0.02 PV ഡാഷിൻ്റെ വാല്യൂ 0.0262 ബാർ എന്നായിരിക്കും. ഓക്കെ, 0.62 ബാർ എന്നായിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ ഈ പ്രഷർ തന്നിട്ടുള്ളത് നമ്മൾ മില്ലിമീറ്റർ ഓഫ് HGയിലായതുകൊണ്ട് മില്ലിമീറ്റർ ഓഫ് HGയിലേക്ക് മാറ്റുന്നിരുന്നില്ല. അപ്പോൾ ഇതിനെ മാറ്റുക എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കുമ്പോൾ ഇൻറ്റു 10⁵ അല്ലേ. 1 2 3 4 5 ഇപ്പോൾ 2062 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതെന്ന് വെച്ചാൽ 2.062 ഡിവൈഡ് ബൈ 133.3 ചെയ്താൽ മില്ലിമീറ്റർ ഓഫ് HGയിലേക്കാവും. മില്ലിമീറ്റർ ഓഫ് HG. അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ മതി. ഡിവൈഡ് ബൈ അപ്പോൾ 1 mm ഓഫ് HG എന്ന് വെച്ചാൽ ഇതൊന്ന് ഓർത്ത് നോക്കാം. HG എന്ന് വെച്ചാൽ 133.3 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ,
അപ്പോൾ നോക്കാം. അപ്പോൾ പി വിയുടെ വാല്യൂ നമുക്ക് പി വി ഡാഷിൻ്റെ വാല്യൂ 15.47 mm/Hg വരും. ഇനി ഇതെന്ത് ചെയ്താൽ മതി, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പി ടി അറിയാം, പി ടിയുടെ വാല്യൂ 756, പി വി ഡാഷ് 15.47, ടി ഡി എന്ന് വെച്ചാൽ 30°C, ടി ഡബ്ല്യു എന്ന് വെച്ചാൽ 18°C. ഞാൻ നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി വി എന്ന് വെച്ചാൽ 15.47 മൈനസ് എന്തായിരുന്നു ഇക്വേഷൻ, അത് ഓർത്ത് നോക്കാം. ഇക്വേഷൻ 1.8 ഇൻറ്റു ടി ടി മൈനസ് പി വി. 1.8 ഇൻറ്റു പി ടി എന്ന് വെച്ചാൽ 756 മൈനസ് 15.47 ഇൻറ്റു 30 മൈനസ് 80 ഡിവൈഡ് ബൈ 2800 മൈനസ് 1.8 അല്ല, എന്തായിരുന്നു 1.8, 1.3 ഇൻറ്റു 1.8 പ്ലസ് 32, 1.3 ഇൻറ്റു 1.8 ടി ഡി 30 പ്ലസ് 32. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് എന്താണ് കിട്ടേണ്ടത്? പി വി, വേപ്പർ പ്രഷർ പി വി കിട്ടുന്നത് 9.62 mm/Hg എന്ന് കിട്ടും. 9.62 mm/Hg വേപ്പർ പ്രഷർ കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേപ്പർ പ്രഷർ കിട്ടിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് കാണാൻ പറ്റും? ഡബ്ല്യു കണ്ടൂടെ? ഡബ്ല്യു എന്ന് വെച്ചാൽ എന്താ? 0.622 പി വി ബൈ പി ടി മൈനസ് പി വി അല്ലേ? അപ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0.622 പി വി എന്ന് വെച്ചാൽ 9.62 ബൈ 756 മൈനസ് 9.62 ചെയ്ത് കഴിഞ്ഞാൽ 0.008 kg/kg ഡ്രൈ എയർ എന്ന് കിട്ടും. നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടി. വേപ്പർ പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വേപ്പർ പ്രഷർ കാണാം. കാരർ ഇക്വേഷൻ എടുത്ത് വേപ്പർ പ്രഷർ കാണാം. വേപ്പർ പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഹ്യൂമിഡിറ്റി റേഷ്യോ കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ക്വസ്റ്റ്യനിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്തൊക്കെയാണ് കാണാൻ പറഞ്ഞത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണാൻ പറഞ്ഞേ. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ കിട്ടി. ഇനി റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ ഇക്വേഷൻ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ ഫൈ ഈക്വൽ ടു പി വി ബൈ പി എസ് അല്ലേ? വേപ്പർ പ്രഷർ ബൈ സാച്ചുറേഷൻ പ്രഷർ കറസ്പോണ്ടിങ് ടു. വേപ്പർ പ്രഷർ എത്ര? 9.62. പി എസ് എന്ന് വെച്ചാൽ എന്താ? പി എസ് എന്ന് വെച്ചാൽ സാച്ചുറേഷൻ പ്രഷർ കറസ്പോണ്ടിങ് ടു ഡി ബി ടി ആണ്. അതായത് 30°C കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ പ്രഷർ എവിടെ നിന്ന് എടുക്കണം? സ്റ്റീം ടേബിളിൽ നിന്ന് എടുക്കണം. അപ്പോൾ പി എസിൻ്റെ വാല്യൂ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും, 31.8 കിട്ടും. 31.8 എന്ത്? 31.8 സോറി, അത് നിങ്ങൾ ഡയറക്റ്റ് കിട്ടുന്ന വാല്യൂ ഇതായിരിക്കില്ല. 0.04242 ബാർ എന്ന് വരും. അത് നിങ്ങൾ കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 31.8 mm/Hg എന്ന് കിട്ടും. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വാല്യൂ കിട്ടുന്നത്? സ്റ്റീം ടേബിളിൽ നിന്നാണ്. നിങ്ങൾ സ്റ്റീം ടേബിൾ ഒന്ന് നോക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കാൻ PDF ഇല്ല, അതുകൊണ്ടാണ്. PDF-ഉം എന്നുള്ളത് പി വി ബൈ പി എസ് ആണ്. അത് 9.62 ഡിവൈഡ് ബൈ പി എസ് എത്ര കിട്ടി? 31.8 കിട്ടി. അപ്പോൾ ഇത് ഒരു 30.22% വരും. 30.22% എന്ത് വരും? 5 വരും. ഓക്കെ, 5 റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. RH റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 5 ആണ്. ഇത് നമുക്ക് കാണേണ്ടത് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറാണ്. സ്റ്റുഡൻസ് നോക്കുക, ഞാനിത് സ്റ്റീം ടേബിളിൽ ഒരു സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് സ്റ്റീം ടേബിളാണ്. ഇത് റഫറൻ ടേബിളിൽ തന്നെ ഈ സ്റ്റീമിൻ്റെ കുറച്ച് പോർഷൻസ് കിട്ടും. അതായത് ടേബിൾ 39 നിങ്ങളെ CP കോദണ്ഡരാമൻ റഫറൻ ടേബിളിൽ അതിൽ ടേബിൾ 39 സ്റ്റീം ടേബിളായിരിക്കും. എല്ലാ റെഫറൻസും ഉണ്ടാവും, സ്റ്റീമും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുക, ഞാൻ നേരത്തെ എടുത്ത വാല്യൂസ് ഒന്നും കൂടെ കാണിച്ചു തരാം. ഞാൻ എടുത്തതെന്ന് വെച്ചാൽ
പി വി ഡാഷ് എടുക്കാൻ പി വി ഡാഷ് വെച്ചാൽ എന്തായിരുന്നു പറഞ്ഞത്? പി വി ഡാഷ് സാച്ചുറേഷൻ പ്രഷർ കറസ്പോണ്ടിങ് ടു TW 18°C. അപ്പോൾ 18°C നോക്കാം. നമ്മുടെ ടേബിൾ $18 degrees കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ഏതാ? ബാറിൽ 0.02064. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തത് എത്രയാണ്? ഓക്കെ, 0.02062. ഓക്കെ, അത് അറൗണ്ട് 4 ചെറിയ വ്യത്യാസമുണ്ട്. 4 ആണ് 2. ഓക്കെ, അപ്പോൾ അതാണ് 18°C കറസ്പോണ്ടിങ് ആയിട്ട് എടുത്ത വാല്യൂ ആണ് പി വി ഡാഷ്. ഇനി പി എസ് എടുത്തില്ലേ? പി എസ് എടുത്ത് കണ്ടോ നിങ്ങൾ? ഫൈ കാണാൻ പി എസ് എടുത്തു. ഈ പി എസ് സാച്ചുറേഷൻ പ്രഷർ കറസ്പോണ്ടിങ് ടു DBT 30°C കറസ്പോണ്ടിങ് ആയിട്ട് 30°C കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക. 30°C കറസ്പോണ്ടിങ് ആയിട്ട് 0.04246 ബാറാണ്. അതാണ് സാച്ചുറേഷൻ പ്രഷർ. അപ്പോൾ 0.4246 ആണ്. 4242 ആണ്. ചെറിയ വ്യത്യാസമുണ്ട്, ഓരോ ടെക്സ്റ്റിൽ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ അതാണ് പി എസ്. ഓക്കെ, അപ്പോൾ വാല്യൂ എങ്ങനെ സ്റ്റീം ടേബിളിൽ നിന്ന് എടുക്കേണ്ടത് മനസ്സിലായില്ലേ? പി വി ഡാഷ് വേറെ, പി എസ് വേറെയാണ്. പി വി ഡാഷ് വെച്ചാൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ആയിട്ടും പി എസ് DBT കറസ്പോണ്ടിങ് ആയിട്ടുമാണ്. ഓക്കെ, ഇനി ഞാൻ അടുത്ത കാണാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞത് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ആണ് കാണാൻ പറഞ്ഞത്. ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. ഈ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താ? ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ ഇതാണ് നമ്മളെ സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനിലായിരിക്കും. ഇങ്ങനെ ആയിരിക്കില്ല. ഇവിടെ ഈ TD എന്ന് വെച്ചാൽ 30°C ആയിരിക്കും. 30°C ആയിരിക്കും. ഈ 30°C സാധനം. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് 30°C കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ പി വി കണ്ടുപിടിച്ചു. ഈ പി വി എന്നുള്ളത് ഈ പ്രഷർ, ഈ ലൈൻ വരുന്ന പ്രഷർ, ഈ ലൈൻ വരുന്ന പ്രഷർ നിങ്ങൾ കണ്ടുപിടിച്ചാൽ എത്രയാണ് കണ്ടുപിടിച്ച്? പി വിയുടെ വാല്യൂ ഇതാണ്, 9.62 ആണ്. 9.62 mm of Hg ആണ്. 9.62 mm of Hg. അപ്പോൾ ഈ ലൈൻ മൊത്തം കോൺസ്റ്റൻറ്റ് പ്രഷർ 9.62 mm of Hg. ഇനി 9.62 mm of Hg പിന്നെ ഒരു 9.62 mm of Hg നിങ്ങളൊന്ന് ഇതിലത്തേക്ക് കൺവേർട്ട് ചെയ്തേ. 9.62 mm of Hg എന്ന് വെച്ചാൽ ബാറിലേക്ക് കൺവേർട്ട് ചെയ്താൽ അത് ഇൻറ്റു 133.3 കൊണ്ട് മൾട്ടിപ്ലൈ ആവും. അപ്പം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1282.3 Nm/m² വരും, അല്ലെങ്കിൽ 0.0128 ബാർ വരും. ഇനി ഈ ഇത്ര ബാർ വേപ്പർ സാച്ചുറേഷൻ പ്രഷർ ആവുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറാണ് കാണേണ്ടത്. ഏത് ടെമ്പറേച്ചർ? ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കാണണം. ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആയിരിക്കും ഏത്? ഡ്യൂ പോയിൻറ്റ് TDP എങ്ങനെ കാണും? നമുക്ക് ഈ പർട്ടിക്കുലർ കർവിൻ്റെ വേപ്പർ പ്രഷർ കിട്ടി. ആ വേപ്പർ പ്രഷർ പിന്നെ സാച്ചുറേഷൻ പ്രഷർ ആവുന്ന ടെമ്പറേച്ചർ അല്ലേ? ഈ TDPക്കാണ് ഈ വേപ്പർ പ്രഷർ സാച്ചുറേഷൻ പ്രഷർ ആവുന്നത്. അപ്പോൾ 9.62 അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ സാച്ചുറേഷൻ പ്രഷർ ആവുന്ന ടെമ്പറേച്ചർ അത് എവിടുന്ന് കിട്ടണം? 0.01283 0.01283 0.01226 ഉണ്ട്. അപ്പോൾ 11ൻ്റെയും 10ൻ്റെയും 11ൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഇൻ്റർപോളേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാല്യൂ TDP വരുന്നത്, സ്മോൾ TDP വരുന്നത് 10.5°C, ഏകദേശം നടുവിലായിട്ട് വരും. 10.5°C ആയിരിക്കും ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താ? ടെമ്പറേച്ചർ റിവേഴ്സ് നോക്കേണ്ടതാണ്. ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു വിച്ച് പി വി, കാൽക്കുലേറ്റ് ചെയ്ത പി വി ഈസ് സാച്ചുറേഷൻ പ്രഷർ. ഏത് ടെമ്പറേച്ചറിനാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പി വി സാച്ചുറേഷൻ പ്രഷറായി തീരുന്നത്, ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് നമുക്ക് TDP കിട്ടേണ്ടത്. മനസ്സിലായോ? ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് കാണേണ്ടത് എൻതാൽപ്പിയാണ്. എൻതാൽപ്പി കാണാൻ
സിമ്പിളല്ലേ, നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. ഡയറക്റ്റ് ഇക്വേഷൻ എന്താ, 1.005 TD പ്ലസ് W 2500 പ്ലസ് 1.9 TD ചെയ്താൽ ഇതിൽ TD നമുക്കറിയാം 1.005 ഇൻറ്റു 30 പ്ലസ് ഡബ്ല്യൂയുടെ വാല്യൂ എത്ര കിട്ടിയത്, ഡബ്ല്യൂയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 0.008 ആണ്. 0.008 2500 പ്ലസ് 1.9 ഇൻറ്റു 30 ചെയ്താൽ ഇതിൻ്റെ വാല്യൂ, എച്ചിൻ്റെ വാല്യൂ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇത് കിട്ടുന്നത് അറൗണ്ട് 58 kJ/kg ഡ്രൈ എയർ എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. നിങ്ങൾ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഞാനൊരു അസൈൻമെൻറ്റ് തരാം. ഓക്കെ, സൈക്രോമീറ്റർ എന്താണെന്ന് നോക്കാം. സൈക്രോമീറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ ലാബിലൊക്കെ സൈക്രോമീറ്റർ RAC നിങ്ങൾക്കൊരു മെഷർമെൻറ്റ് ലാബ് ഉണ്ടാവും. ചിലപ്പോൾ മെഷർമെൻറ്റ് ലാബിൽ ഒരു സിസ്റ്റം ഉണ്ടാവും, ഇങ്ങനെ ഒരു ഹാൻഡിൽ. അപ്പോൾ ഈ ഹാൻഡിൽ 2 തെർമോമീറ്റർ ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. അതിൻ്റെ പിക്ചർ ഉണ്ടോ നോക്കട്ടെ ഒരു സെക്കൻഡ്. ഇതാണ് ഒരു സൈക്രോമീറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഫിഗറാണിത്. ഇതിനൊരു ഹാൻഡിൽ ഉണ്ടാവും, ഈ ഒരു സെറ്റപ്പ് ഉണ്ടാവും. ഈ സെറ്റപ്പിൽ നമുക്ക് 2 തെർമോമീറ്റർ ഉണ്ടാവും. ഒന്ന് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ഒന്ന് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന് ഒരു വെറ്റഡ് വിക്ക് എന്താ കവർ ചെയ്തിട്ടുണ്ടാവും, ഇതിന് വിക്ക് ഉണ്ടാവില്ല. ഈ സൈക്രോമീറ്റർ എന്ന് വെച്ചാൽ ഈ ഒരു ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കും അറ്റ്മോസ്ഫിയറിൽ. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, നമ്മുടെ ചുറ്റുമുള്ള എയറിൻ്റെ സൈക്രോമെട്രിക് പ്രോപ്പർട്ടീസ് കാണണമെങ്കിൽ, അല്ലെങ്കിൽ DVTയും WVTയും കാണണമെങ്കിൽ ഈ സൈക്രോമീറ്റർ നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് ഫ്രീ ടു അറൗണ്ട് ഈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും. ഈ ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ടൈം ഇത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു സ്റ്റഡി വാല്യൂവിലെത്തുമ്പോൾ ഇതിൽ കിട്ടുന്ന ടെമ്പറേച്ചറായിരിക്കും ഇത് TD, ഇതിൽ കിട്ടുന്ന ടെമ്പറേച്ചറായിരിക്കും TW. അപ്പോൾ അത് മെഷർ ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരാണ് സൈക്രോമീറ്റർ. അത്രയും മനസ്സിലാക്കുക. ഓക്കെ, ഇത് നമ്മൾ പോകുന്നത് സൈക്രോമെട്രിക് ചാർട്ടിലേക്കാണ്. വെരി ഇമ്പോർട്ടൻസ് ടോപ്പിക്കാണ് സൈക്രോമെട്രിക് ചാർട്ട്. സൈക്രോമെട്രിക് ചാർട്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ചാർട്ട് വിച്ച് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ്സ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്. ഈ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഓഫ് മോയ്സ്ചർ, ഒരു ഗ്രാഫിക്കൽ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്താൽ വിളിക്കുന്ന പേരാണെന്ത്, സൈക്രോമെട്രിക് ചാർട്ട്. അപ്പോൾ നിങ്ങൾ RAC റെഫറൻസ് ടേബിളിൻ്റെ ബാക്ക് സൈഡിൽ എപ്പോഴും ഒരു വലിയ പേപ്പർ ഉണ്ടാവും, അതായിരിക്കും സൈക്രോമെട്രിക് ചാർട്ട് എന്നില്ല. അത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലാണ്. അറ്റ് ഡിഫറെൻറ്റ് ബാരോമെട്രിക് പ്രഷറിൽ നമുക്ക് ഡിഫറെൻറ്റ് ബാരോമെട്രിക് പ്രഷർ ഗീവ്സ് ഡിഫറെൻറ്റ് സൈക്രോമെട്രിക് ചാർട്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് അറ്റ് 1 ATM, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 ATM. സാധാരണ നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിലുള്ള 1 ATM ചാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കാം, നമ്മൾ പ്രോബ്ലം എല്ലാം 1 ATMലാണ് ചെയ്യുന്നത്. വേറെ പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ചാർട്ട് നമ്മളതിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ റെഫറൻസ് ടേബിൾ ഒരു ബാരോമെട്രിക് പ്രഷറിലുള്ള ഒരു 1 ATMലുള്ള ചാർട്ട് മാത്രമേ അവൈലബിൾ ഉള്ളൂ. പ്രഷർ മാറുമ്പോൾ നമ്മളെ ഇത് മാറും, ചാർട്ട് മാറും, വാല്യൂസ് എല്ലാം മാറും. ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഒരു സൈക്രോമെട്രിക് ചാർട്ട്. ഓക്കെ, സൈക്രോമെട്രിക് ചാർട്ട് അറ്റ് 1 ATM വേണ്ട. അറ്റ് 1 ATM ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ അറ്റ് 1 ATM ബാരോമെട്രിക് പ്രഷറാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ എക്സ് ആക്സിസ് എന്താണ്. ഒരു സൈക്രോമെട്രിക് ചാർട്ടിൻ്റെ എക്സ് ആക്സിസ് എപ്പോഴും DBT ആയിരിക്കും. കണ്ടോ, 0 തുടങ്ങി ഒരു 50 ഡിഗ്രി സെൽഷ്യസ്, അത് ചിലപ്പോൾ കുറച്ച് മുകളിലേക്ക് ഉണ്ടാവും, 50 ഡിഗ്രി സെൽഷ്യസ് വരെ എന്തുണ്ട് DBT, ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് DBT. Y ആക്സിസിൽ എന്താണ്, Y ആക്സിസ് ഈ സൈഡിലാണ് വരിക സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ W. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ, അതിൻ്റെ ഇതിൽ യൂണിറ്റ് ഗ്രാംസ് മോയ്സ്ചർ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. കിലോഗ്രാം പെർ കിലോഗ്രാം ഡ്രൈ എയർ അല്ല, ഇതിൽ ഈ ചാർട്ടിൽ ഗ്രാം ആയിരിക്കും, ചില ചാർട്ടിൽ കിലോഗ്രാം. അതപ്പോൾ ഇത് നോക്കണം, നിങ്ങൾ വാല്യൂ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഗ്രാം ആയതുകൊണ്ട് ശരിക്കും കിലോഗ്രാം ആക്കുമ്പോൾ ഇത് 5 ആണെങ്കിൽ 0.005 ആയിരിക്കും കിലോഗ്രാം പെർ കിലോഗ്രാം ഡ്രൈ എയർ ആകുമ്പോൾ. ഇത് ഗ്രാം ആയതുകൊണ്ട് അപ്പോൾ യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ റെഫറൻറ്റ് ടേബിളിൻ്റെ ബാക്കിലുള്ള ചിലപ്പോൾ കിലോഗ്രാം പെർ കിലോഗ്രാം ഡ്രൈ എയർ തന്നെ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ കിലോഗ്രാം അല്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് കൺവേർട്ട് ചെയ്യാം. സാധാരണ ഗ്രാം പെർ കിലോഗ്രാം തന്നെയാണ് ഉണ്ടാവുക. ഇങ്ങനെ നോക്കുക. അപ്പോൾ എക്സ് ആക്സിസ് ആയി വൈ ആക്സിസ് ആയി നോക്ക്. ഇതിന് ഡിഫറൻറ്റ് ഇത് നോക്കുക. ഇതിന് ഈ ബ്ലൂ ലൈൻ കണ്ട, ബ്ലൂ ലൈൻ എന്താണ്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 5 ആണ്. അപ്പോൾ ഓരോ 10% വരുന്ന ലൈനാണിത്. ഈ ലൈനിൽ മൊത്തം 5 20% ആയിരിക്കും, ഈ ലൈനിൽ മൊത്തം 5 30% ആയിരിക്കും. ഇത് ഫുൾ 40 60 80 ഇത് 100% വെച്ചാൽ എന്താ? സാച്ചുറേഷൻ അത് എയർ സാച്ചുറേറ്റഡ് ആയിരുന്നു. മോയ്സ്ചറിൽ മാക്സിമം എന്തായി? വാട്ടർ വേപ്പർ കണ്ടൻറ്റ് മാക്സിമം ആയി എന്നാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലൈൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ കർവ് അല്ലെങ്കിൽ സാച്ചുറേഷൻ ലൈൻ എന്ന് വിളിക്കും. സാച്ചുറേഷൻ ലൈൻ. ഓക്കെ. ഇപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനായി. ഇത് ഡ്രൈ ബൾബ്, ഇത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. ഇത് നോക്ക്, ഈ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ ഒരു പോയിൻ്റ് ഇപ്പോൾ 5 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓക്കെ അതല്ല, ഇത് നോക്കുക. ഈ ലൈൻസ് നോക്കുക. ഈ ലൈൻസ് എന്താണ്? എൻതാൽപ്പിയാണ്, എൻതാൽപ്പി ഓഫ് മോയ്സ്ചർ. അപ്പോൾ ഈ ലൈനിന് എൻതാൽപ്പി 19 kJ/kg ഡ്രൈ എയർ ആണ്. കിലോഗ്രാം പെർ ഡ്രൈ എയർ ആണ്. കണ്ട, എൻതാൽപ്പി ഇൻ kJ/kg ഡ്രൈ എയർ ആണ്. ഇത് 29, ഇത് 42 57 75 96. ഈ ലൈനിൽ മൊത്തം എൻതാൽപ്പി സെയിം ആയിരിക്കും. ഈ ലൈനിൽ മൊത്തം എൻതാൽപ്പി സെയിം ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് എൻതാൽപ്പി ലൈൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള എൻതാൽപ്പി ലൈൻ കാണണമെങ്കിൽ ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ലൈനിലെ വെറ്റ് ബൾബ് ഇത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആൻഡ് എൻതാൽപ്പി സെയിം ആണ്. ഈ ലൈനിൽ 5 ഡിഗ്രി, ഈ ലൈനിൽ കംപ്ലീറ്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും. ഈ ലൈനിൽ കംപ്ലീറ്റ് 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഈ ലൈനിൽ കംപ്ലീറ്റ് 15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഈ ലൈൻ കംപ്ലീറ്റ് 20, ഈ ലൈനിൽ കംപ്ലീറ്റ് 25, ഈ ലൈനിൽ കംപ്ലീറ്റ് 30. ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, ഈ 5 വേണ്ട, ഇത് DBT 5 ആകുമ്പോൾ അത് സാച്ചുറേഷൻ കർവിലാണെങ്കിൽ, സാച്ചുറേഷൻ കർവാണ് നമ്മുടെ സ്റ്റേറ്റ് എങ്കിൽ DBT 5 ആകുമ്പോൾ DBTയുടെ സെയിം വാല്യൂ ആയിരിക്കില്ലേ WBT. ഒരു വേപ്പർ ഒരു മോയ്സ്ചർ സാച്ചുറേറ്റഡ് ആണെങ്കിൽ DBT അറ്റ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ DBTയും WBTയും സെയിം ആയിരിക്കും. ആ പോയിൻ്റ് അറിയാമല്ലോ, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം സാച്ചുറേറ്റഡ് കണ്ടീഷനിലായി കഴിഞ്ഞാൽ അതിലേക്ക് കൂടുതൽ വേപ്പർ വരില്ല എന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കുറയില്ല. DBTനെക്കാട്ടി കുറയാൻ ചാൻസ് ഇല്ല. കാരണം വേപ്പറൈസേഷൻ നടന്നാലല്ലേ ടെമ്പറേച്ചർ കുറയും. വേപ്പറിന് കൂടുതൽ സാച്ചുറേറ്റഡ് കണ്ടീഷനാണെങ്കിൽ കൂടുതൽ വേപ്പറിന് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കൂടുതൽ വേപ്പറിന് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വെച്ചാൽ വേപ്പറൈസേഷൻ നടക്കുന്നില്ല വെച്ചാൽ അവിടെ ടെമ്പറേച്ചർ ഡിപ്പ് വരുന്നില്ല. അതുകൊണ്ട് DBTയും WBTയും സെയിം ആണ്. അപ്പോൾ സാച്ചുറേഷൻ കർവിൽ എപ്പോഴും DBTയും WBT കണ്ടാണ്. ഈ 10 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ട് ആയിട്ട് സാച്ചുറേഷൻ കർവിൽ നോക്കിയാൽ സെയിം ആണ്. പക്ഷേ കുറച്ച് താഴത്തെ ഒരു കർവ് RH 60 നോക്കിയാൽ കുറച്ച് കുറവായിരിക്കും. 15 കറസ്പോണ്ട് 100% RH ആണെങ്കിൽ 15 DBTയും WBTയും സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലായി. ഇനി ഫൈനൽ ആ ഗ്രീൻ ലൈൻ നോക്കാം. ഗ്രീൻ ലൈൻ എന്ന് വെച്ചാൽ എന്താ എഴുതിയിട്ടുണ്ട്? സ്പെസിഫിക് വോളിയം m3/kg ഡ്രൈ എയർ ആണ്. അപ്പോൾ ഇത് 0.79 0.81 0.83 0.85. അപ്പോൾ ഈ ലൈനിൽ മൊത്തം സ്പെസിഫിക് വോളിയത്തിൻ്റെ വാല്യൂ എല്ലാം സെയിം ആണ്. ഈ ലൈനിൽ മൊത്തം എവിടെ എടുത്താലും ഈ ലൈനിൽ സ്പെസിഫിക് വോളിയം 0.90 ആയിരിക്കും. അപ്പോൾ അതാണ് സൈക്രോമെട്രിക് ചാർട്ട്. അപ്പോൾ ഈ സൈക്രോമെട്രിക് ചാർട്ട് എങ്ങനെയാണ് ഇങ്ങനെ വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കേണ്ട. കാരണം അത് കുറച്ച് ഹയർ ലെവലാണ്. നിങ്ങൾ സൈക്രോമെട്രിക് ചാർട്ട് ഇങ്ങനെയാണ് സൈക്രോമെട്രിക് ചാർട്ട്. ഇതിൽ നിന്നൊരു പോയിന്റ്, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ്, എൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻ ഈ ഒരു പോയിന്റ് ആണെങ്കിൽ എല്ലാ വാല്യൂ സൈക്രോമെട്രിക് പ്രോപ്പർട്ടി നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ പോയിന്റിലെല്ലാം W ഹ്യൂമിഡിറ്റി റേഷ്യോ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ W നോക്കിയാൽ മതി. എത്ര വരും? ഇത് ഒരു 10ൻ്റെയും 15ൻ്റെയും ഒരു 11 gram per 11 W = 11 gram/kg ഡ്രൈ എയർ എന്ന് വരും. ഈ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് DBT 35 വന്നു. ഇനി ഈ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് WBT നോക്കണമെങ്കിൽ WBT ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിലേ പാസ് ചെയ്യുന്ന ഇനി പാരലായിട്ട് WBT ലൈൻ വരക്കാം. എന്നിട്ട് ഒന്ന് ഇത് 20-25ൻ്റെ നടുവിലല്ല അത് നിങ്ങൾ ഇന്ന് ഇൻ്റർപോളേറ്റ് ചെയ്ത് നോക്കുക. സ്കെയിൽ ചെയ്ത് ഇൻ്റർപോളേറ്റ് ചെയ്ത് നോക്കിയാൽ 21 ഡിഗ്രി സെൽഷ്യസ്
TW ഒരു 21 ഡിഗ്രി സെൽഷ്യസ് എന്ന് എടുത്തു. പിന്നെ വേറെന്ത് ഇതേപോലെ എൻതാൽപ്പി ഇത് 57, ഇത് 75. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 60. എൻതാൽപ്പി H ഒരു 60. ഇപ്പോൾ വാല്യൂ കറക്റ്റ് ആക്ച്വൽ പിന്നെ നിങ്ങളെ സൈക്രോമെട്രിക് ചാർട്ടിൽ ഈ ലൈൻസൊക്കെ കുറച്ചും കൂടെ ക്ലോസ്ഡ് ആയിരിക്കും. ഇഷ്ടംപോലെ ലൈൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂസ് ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ട ഡയറക്റ്റിന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ ഈ സ്പെസിഫിക് വോളിയം ലൈൻ ഇതല്ലേ സ്പെസിഫിക് വോളിയം. അപ്പോൾ ഇതിലെ പാസ് ചെയ്യുന്ന സ്പെസിഫിക് വോളിയം ലൈൻ പാരലായിട്ട് വരച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. ഇത് 0.9 ആണ്, ഇത് 0.87 ആണ്. അപ്പോൾ ഒരു 0.88 അല്ലെങ്കിൽ ഒരു 0.89 അതൊക്കെ ആയിരിക്കും എൻ്റെ സ്പെസിഫിക് വോളിയം. അപ്പോൾ നമുക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാൻ നമുക്ക് എത്ര വേണം? 2 എക്സും വൈ അല്ലേ, എക്സും വൈ ഉണ്ടെങ്കിലല്ലേ 2 കോർഡിനേറ്റ്സ് അല്ലേ വേണ്ടത്. നമുക്കറിയാം ഡയറക്റ്റ് മെഷർ ചെയ്തിട്ട് ഒന്നും ഈ W നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഡയറക്റ്റ് മെഷർ ചെയ്യാം, WBT മെഷർ ചെയ്യാം, അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യാം. അത് 180 തന്നെയാണ്, അത് പിന്നെ മാറ്റൂല. അപ്പോൾ ആകെ ഇത് രണ്ടേ മെഷർ ചെയ്യാൻ പറ്റും. 35 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ DBT എങ്കിൽ, 20 ആണ് നമ്മളെ WBT എങ്കിൽ, അപ്പോൾ 20ഉം 35ഉം ഇപ്പോൾ നമുക്ക് മെഷർ ചെയ്ത് കിട്ടിയത് സ്ലിംഗ് സൈക്രോമീറ്റർ യൂസ് ചെയ്ത് മെഷർ ചെയ്തിട്ട് TD 35 ഡിഗ്രി സെൽഷ്യസ്, TW 20 ആണെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യുന്ന ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാമല്ലോ. 20ക്കും 35നും കറസ്പോണ്ടിങ് ആയിട്ട് അറൗണ്ട് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. ഇനി ആ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എന്തായി, നമ്മളെ ലൊക്കേഷനായി. ഏത് ലൊക്കേഷൻ? നമ്മളെ സ്റ്റേറ്റ് ഓഫ് മോയ്സ്ചറിൻ്റെ ലൊക്കേഷൻ കിട്ടി. ഇനി ബാക്കി പ്രോപ്പർട്ടീസൊക്കെ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് ഡയറക്റ്റ് നമുക്കിതാ W ഇവിടുന്ന് ഡയറക്റ്റ് കിട്ടി, H കിട്ടി, H 57 കിട്ടി. ഇതിന് പാരലായിട്ട് എന്ത് വരക്കാം? സ്പെസിഫിക് വോളിയം ലൈൻ വരച്ചാൽ അതും കിട്ടി അല്ലേ. അതേ ഒന്ന് ജസ്റ്റ് ഇൻ്റർപോളേറ്റ് ചെയ്താൽ അതും കിട്ടി. പിന്നെ എന്താണ്? TDP കിട്ടണം. TDP എങ്ങനെ കാണാം? അതായത് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്ന് ചിന്തിച്ച് നോക്കി. പോയിൻ്റ് ടെമ്പറേച്ചർ കാണണമെങ്കിൽ ഇതിന് ഹൊറിസോണ്ടലായിട്ട് എന്ത് വരക്കാം? ഒരു ലൈൻ വരക്കാം. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ മീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇല്ല കറസ്പോണ്ടിങ് DBT നോക്കിയാൽ അത് 11 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതാണ് നമ്മുടെ DPT. ഓക്കെ, DPT TDP, ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ 11 ഡിഗ്രി സെൽഷ്യസ്. അത് നിങ്ങൾ ഹൊറിസോണ്ടലായിട്ട് ലൈൻ വരച്ചാൽ അത് സാച്ചുറേഷൻ കർവിൽ മുട്ടുന്ന പോയിൻ്റ് ആയിരിക്കും ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇതിൽ നോക്കുക, സൈക്രോമെട്രിക് പ്രോസസ്സാണ് ഞാൻ എടുത്തത്. സൈക്രോമെട്രിക് പ്രോസസ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സ് ഉണ്ട്. ഒന്ന് സെൻസിബിൾ ഹീറ്റിംഗ് വെച്ചാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ഫേസ് ചേഞ്ച് ഇല്ല. സെൻസിബിൾ കൂളിംഗ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ DBT കുറയുന്നത്. ഹീറ്റിംഗ് പ്ലസ് ഹ്യൂമിഡിഫിക്കേഷനിൽ ടെമ്പറേച്ചർ കൂടും, ഹ്യൂമിഡിറ്റിയും കൂടും. ഹീറ്റിംഗ് പ്ലസ് ഡീഹ്യൂമിഡിഫിക്കേഷൻ വെച്ചാൽ ടെമ്പറേച്ചർ കൂടും, ഹ്യൂമിഡിറ്റി കുറയും, ഡീഹ്യൂമിഡിഫിക്കേഷൻ. കൂളിംഗ് പ്ലസ് ഡീഹ്യൂമിഡിഫിക്കേഷൻ വെച്ചാൽ എന്താ? ടെമ്പറേച്ചർ കുറയും, ഹ്യൂമിഡിറ്റി കൂടും. കൂളിംഗ് പ്ലസ് ഡീഹ്യൂമിഡിഫിക്കേഷൻ വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ കുറയും, ഹ്യൂമിഡിറ്റിയും കുറയും. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് ഒരു സൈക്രോമെട്രിക് ചാർട്ട് ഉണ്ട്. ഒരു ഷേപ്പ് ഏതാണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇതായിരിക്കും സാച്ചുറേഷൻ കർവ്, അതിൻ്റെ ഇടയിൽ കുറേ. അപ്പോൾ DBT ഇങ്ങനെ ഇവിടെ W. അപ്പോൾ നമുക്ക് ഹീറ്റിംഗ് ആണെങ്കിൽ DBT കൂടണം. DBT എങ്ങോട്ടാണ് കൂടുന്നത്? ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ഡയറക്ഷൻ റൈറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടും. ലെഫ്റ്റ് ഡയറക്ഷൻ ആണെങ്കിലോ ടെമ്പറേച്ചർ. ഒരു പ്രോസസ്സ് വെച്ചാൽ 2 സ്റ്റേറ്റ് പോയിൻ്റ് കണക്ട് ചെയ്താലല്ലേ പ്രോസസ്സ് ആവും. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഇവിടെയും സെക്കൻഡ് പോയിൻ്റ് ഇവിടെയും ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഹീറ്റിംഗ് ആണ്. ഫസ്റ്റ് പോയിൻ്റ് ഇത് A, ഇത് B, ഇത് ഡയറക്ഷൻ ഇങ്ങോട്ട് AB. അപ്പോൾ ഇത് കൂളിംഗ് ആണ്. ഇനി നോക്കാം, ഇതിൽ ഈ ഒരു കേസിൽ ഹൊറിസോണ്ടൽ ലൈൻ മാത്രം വരച്ചാൽ ഇത് A, ഇത് B. ടെമ്പറേച്ചർ കുറഞ്ഞു, കൂളിംഗ് ആണ്. പക്ഷേ ഈ W റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അല്ലേ, W ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഹീറ്റിംഗ് ഓർ കൂളിംഗ്. ഇവിടെ കൂളിംഗ് മാത്രം, ഓൺലി കൂളിംഗ്. പക്ഷേ ഹ്യൂമിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ ഈ W ചേഞ്ച് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ, ഇതിലെന്താണ്? ഇത് AB, ടെമ്പറേച്ചർ കൂടി, ഹ്യൂമിഡിറ്റിയും കൂടി അല്ലേ, അപ്പോൾ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. ഇതിന് ഡയറക്ഷൻ AB ഇങ്ങനെയാണെങ്കിലോ
ടെമ്പറേച്ചർ കുറഞ്ഞു, ഹ്യൂമിഡിറ്റിയും കുറഞ്ഞു, താഴേക്കല്ലേ. അപ്പോൾ അത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ്. ഞാൻ വേറൊരു കേസ് കാണിച്ചു തരാം. 2 സ്റ്റേറ്റ്, ഒന്നാമത്തെ എ ഇവിടെ, ബി ഇവിടെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കൂളിംഗ് ആണ് അല്ലേ, ടെമ്പറേച്ചർ ഇങ്ങോട്ട് കുറയുന്നല്ലേ, പക്ഷേ ഡബ്ല്യു കൂടുന്നതാണ്. അപ്പോൾ കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ആണ്. ഇനി നേരെ വേറൊരു കേസ് എന്ന് വെച്ചാൽ ഇത് ബി, ഇത് എ. അപ്പോൾ ഇത് ഇവിടെ ഹീറ്റിംഗ് ആണ്, ഡയറക്ഷൻ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, DBT കൂടുന്നുണ്ട്, പക്ഷേ ഹ്യൂമിഡിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, അതാണ് ഇവിടെ എന്ത് കാണിച്ചത്, എല്ലാ പ്രോസസ്സും ഡയറക്ഷൻ. ഫസ്റ്റ് പ്രോസസ്സ് ഇതാണെങ്കിൽ 1C ഇത് O ആണെങ്കിൽ O2A എന്താ, O2A ഓൺലി ഹീറ്റിംഗ് ആണ്, അത് സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. O2B എന്താണ്, ഓൺലി കൂളിംഗ് ആണ്, സെൻസിബിൾ കൂളിംഗ്. O2C എന്താണ്, ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, ഹ്യൂമിഡിറ്റി കൂടുന്നുണ്ട്, അതുകൊണ്ട് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. O2D എന്ന് വെച്ചാൽ എന്താ, ടെമ്പറേച്ചറും കൂടുന്നുണ്ട് പക്ഷേ ഹ്യൂമിഡിറ്റി കുറയുന്നുണ്ട്, ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അതിന് O2E നോക്കിയേ, കൂളിംഗ് ആണ് പക്ഷേ ഹ്യൂമിഡിറ്റി കൂടുന്നുണ്ട്, അപ്പോൾ കൂളിംഗ് ഹ്യൂമിഡിഫിക്കേഷൻ. ഇങ്ങോട്ടോ ടെമ്പറേച്ചർ കുറയുന്നുണ്ട് പക്ഷേ ഹ്യൂമിഡിറ്റിയും കുറയുന്നുണ്ട്, താഴേക്കല്ലേ, അപ്പോൾ അത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് സൈക്രോമാറ്റിക് പ്രോസസ്സുകളൊക്കെ ഒന്ന് ഡെപ്പിക്റ്റ് ചെയ്യൽ, ഏത് സൈക്രോമാറ്റിക് ചാർട്ടിൽ ഡെപ്പിക്റ്റ് ചെയ്യൽ. അപ്പോൾ സ്റ്റുഡൻസ്, ഈ സെൻസിബിൾ ഹീറ്റിങ്ങും ഈ ഡിഫറെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് നമ്മളെ എങ്ങനെയാണ് ആക്ച്വൽ പ്രോസസ്സുകൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക, നമുക്ക് എങ്ങനെയാണ് ഹീറ്റ് ചെയ്യാൻ പറ്റുക, ഹ്യൂമിഡിറ്റി കൂടാണ്ട് ഹീറ്റ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു ഹീറ്റിംഗ് കോയിലൂടെ ഒരു എയർ നമ്മൾ ഹീറ്റിംഗ് കോയിലൂടെ പാസ് ചെയ്താൽ നമുക്ക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം, ഹീറ്റ് ചെയ്യാം. സെൻസിബിൾ കൂളിങ്ങോ എന്ത് ചെയ്താൽ മതി, മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദ എയർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം, അപ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ എയർ നമ്മൾ ഒരു കൂളിംഗ് കോയിൽ, നമ്മൾ AC-യുടെ ഇവാപ്പറേറ്റർ ഉണ്ടല്ലോ, അതൊരു കൂളിംഗ് കോയിലാണ്, അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ ഇവാപ്പറേറ്റർ ഒരു കൂളിംഗ് കോയിലാണ്. ആ കൂളിംഗ് കോയിലിനെ പാസ് ചെയ്യണം. കൂളിംഗ് കോയിലെ പാസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ കുറയും. അപ്പോൾ പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ചിലപ്പോൾ അത് അവിടെ കണ്ടൻസേഷൻ നടക്കാം, വാട്ടർ വേപ്പറിൻ്റെ അളവ് കുറയാനും സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഫോർ ദ മോയ്സ്ചർ ടു റിമെയിൻ കോൺസ്റ്റൻറ്റ് ദ സർഫസ് ഓഫ് ദ കൂളിംഗ് കോയിൽ ഷുഡ് ബി ഡ്രൈ. അപ്പോൾ DBT ഇൻലെറ്റ് വെച്ചാൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. സെൻസിബിൾ ഹീറ്റിംഗ് ആണെങ്കിൽ ഒരു പാസേജിൽ ജസ്റ്റ് ഒരു കൂളിംഗ് കോയിൽ ഒരു ഹീറ്റിംഗ് കോയിൽ വെക്കുക. അപ്പോൾ ഇത് TD1 ആണെങ്കിൽ TD2 ആവും. ആ TD2 എഴുതാൻ TD1 ആയിരിക്കും. W1 ഇവിടെയും W1 ഈക്വൽ ആയിരിക്കും, കാരണം ഇവിടെ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ വ്യത്യാസമൊന്നും വരും. നേരെ മറിച്ച് ഒരു സെൻസിബിൾ കൂളിംഗ് ആണെങ്കിൽ ഇവിടെ ഒരു കൂളിംഗ് കോയിൽ, AC-യുടെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ഒരു റെഫ്രിജറേറ്ററിൻ്റെ ഇവാപ്പറേറ്റർ വെക്കാം. അപ്പോൾ ഒരു എയർ TD1 വെച്ചാൽ ഇവിടെ എത്തുമ്പോൾ TD2 ആവും. ആ TD2 ഇത് കൂളിംഗ് കോയിലാണെങ്കിൽ TD2 ഷുഡ് ബി ലെസ് ദാൻ TD1 ആണ്. പക്ഷേ ഇവിടെ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ കണ്ടൻസേഷൻ നടന്ന് വാട്ടർ വേപ്പറിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ TD1 എന്നുള്ളത് ഇതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ T സർഫസ് ആണെങ്കിൽ, അല്ലെങ്കിൽ T സർഫസ് ആണ് ഇതിൻ്റെ ടെമ്പറേച്ചർ എങ്കിൽ, ഈ TD1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ T സർഫസ്, ആൻഡ് T സർഫസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ TDP1. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ഈ സർഫസ് ടെമ്പറേച്ചറിനെക്കാട്ടിയും കൂടുതലായിരിക്കണം. സോ W വിൽ ബി കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ അവിടെ കണ്ടൻസേഷൻ നടക്കും. ഇനി നമുക്ക് വേറൊരു പ്രോസസ്സ് എന്താണ്, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇപ്പോൾ തന്നെ കുറച്ച് 35 മിനിറ്റ്സ് ആയി. ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തരാം. ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യൽ, ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യൽ, കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യൽ എന്നുള്ളത് നിങ്ങളൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കുക. ഓക്കെ, തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.